ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഫ്യൂച്ചർ പ്ലസിന്റെ മെയിൻ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ ഇത് മുൻപോട്ടേക്ക് പോകാൻ കുറച്ച് പാടുപെടും എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു 19ാമത്തെ വയസ്സ് മുതലേ ഞാൻ ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് ആണെങ്കിലും ട്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിലും. അപ്പോൾ എനിക്ക് അവിടുന്ന് ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇൻകം ഇല്ലാതെ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരു 5 രൂപയാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. എനിക്കിതുവരെ എൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ളതിൽ എനിക്കൊരു റെസ്ട്രിക്ഷൻസ് ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ഈവൻ ഞാൻ കൂടുതലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങിയത് ഞാൻ മാരീഡ് ആയപ്പോൾ അതിന് ശേഷമാണ്. ഒരു മിനിറ്റ്, ദാറ്റ്സ് എ ഗുഡ് സ്റ്റേറ്റ്മെന്റ്. കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതി വരാൻ ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം കാർ ഉണ്ട്. സോ ഹായ് ഹലോ എവ്രി വൺ. ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദ സൂപ്പർ ലേഡീസ് ഓഫ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ സൂപ്പർ ലേഡീസ് ഇന്നിവിടെ കൂടി ചേർന്നിരിക്കുന്നത് കുറച്ച് റാൻഡം ടോക്കിൻ്റെ ഭാഗമായിട്ടാണ്. യെസ്, നമുക്കിവിടെ ഹാൻഡ് പിക്ഡ് ടോപ്പിക്സ് ഒന്നുമില്ല. ഇപ്പോൾ സമകാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് വ്യൂസും എന്താണെന്ന് അറിയുക, അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്രണ്ട്ലി ടോക്ക് അബൌട്ട് ദെയർ ലൈഫ്, അബൌട്ട് ദെയർ വ്യൂസ് എക്സെട്ര. ദാറ്റ്സ് ഇറ്റ്. സോ എവ്രി വൺ വെൽക്കം. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇങ്ങനൊരു സ്പേസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഒരുക്കി തന്നിരിക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ടാണ്. സംസാരിക്കാം, എന്തും നമുക്ക് സംസാരിക്കാം. പക്ഷേ സംസാരത്തിൽ നിങ്ങൾക്കാണ് ഇവിടെ എന്തുള്ളത്, മെയിൻ റോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഇല്ല അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സാറുമാർ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കുറച്ച് സമയം നിങ്ങൾ ഒരുമിച്ച് ഇരിക്കൂ, സംസാരിക്കൂ എന്നാണ്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, എന്താണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാനപ്പോൾ ആദ്യമേ പറഞ്ഞു, ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. സോ ദേവനന്ദ മിസ്സേ പറയൂ, ഇന്ന് ഈ സ്പേസിലിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് മിസ്സിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? സോ നമുക്ക് ദേവനന്ദ മിസ്സിൻ്റെ അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി അങ്ങനെ ഒരു വ്യൂ, അതായത് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുക എന്നുള്ളൊരു വ്യൂവിനെ തന്നെ ഞാൻ ആദ്യം അപ്രിഷിയേറ്റ് ചെയ്യണം. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്തതിന് ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, ആൻഡ് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിലേക്ക് വരുമ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൈ വിമൻസ് ഡേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കോവർക്കേഴ്സ് ഇവർ പറയും ഇൻ്റർനാഷണൽ വിമൻസ് ഡേക്ക് ഇത്ര പ്രാധാന്യം, ദെൻ വൈ നോട്ട് ടു മെൻസ് ഡേ? ഈ ഒരു സാധനം പറയാറുണ്ട് അല്ലേ? അപ്പോൾ മിസ്സിന് എന്തിനായിരിക്കാം അങ്ങനെയൊരു ദിവസം ഇപ്പോഴും മാർച്ച് 8 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? അതിന് ആ ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. എന്താവശ്യമുള്ളത്? മുൻപുള്ള സമയത്ത് മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റി ഉണ്ടായിരുന്നത് ഉള്ളതിൽ വലിയ തർക്കമില്ല. സോ അതിൽ നിന്ന് മേ ബി ഓവർകം ചെയ്ത് വരാൻ വേണ്ടിയിട്ടും വുമൻസിനെ എല്ലാ മേഖലകളിലേക്കൊക്കെ കൊണ്ടുവരണം എന്നൊരു കോൺസെപ്റ്റോട് കൂടി ആയിരിക്കും ഒരു ഡേ വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഫൈൻ. സോ മഞ്ജിമ മിസ്സേ, അങ്ങനെ ഒരു മെയിൽ ഡോമിനേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു മെയിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കാലഘട്ടം നമ്മൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടോ? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലാന്ന് പല ന്യൂസുകളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് സിറ്റുവേഷൻ. ഓക്കെ, പക്ഷെ എന്നാലും റീസെന്റ് ആയിട്ടുള്ള ചില ഇഷ്യൂസ്, നമ്മൾ ബസ്സിലേക്ക് ചില കേസുകൾ കാര്യങ്ങളൊക്കെ വരുമ്പം ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാലും നമുക്കത് നമ്മൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓവർകം ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സ്നേഹ മിസ്സേ, കേരളവും ഇന്ത്യയൊക്കെ വിട്, മിസ്സിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താ പറ? എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ബാക്കി 4 സ്ത്രീകളുമാണുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു പുരുഷാധിപത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഞങ്ങൾ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ആവശ്യം ഇല്ല. അപ്പോൾ ഒരു വിമൻസ് ഡോമിനേഷൻ അവിടെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിമൻസ് ഡൊമിനേഷൻ ഉറപ്പുണ്ട്. കാരണം ഞാനും എൻ്റെ അനിയത്തിയും ഒക്കെ അമ്മയും അച്ഛമ്മയും പിന്നെ അച്ഛനുമാണ് ഉള്ളത് വീട്ടില്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അവിടെ വിലയുണ്ട് എന്നുള്ളതാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അവിടെ വിലയുണ്ട് അല്ലേ? ശില്പ മിസ്സേ, മെയിൽ ഡോമിനേഷനെ കുറിച്ച് സംസാരിച്ചേ. എന്താണ് ആക്ച്വലി ഈ മെയിൽ ഡോമിനേഷൻ? മെയിൽ ഡോമിനേഷന് എതിരായിട്ടാണ് വിമൻസ് ഡോമിനേഷൻ എന്നുള്ള ഒരു സാധനം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഇല്ല. ഡോമിനേഷൻ എന്ന് പറയുന്നത് അത് ഹ്യൂമൻ ബീങ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിസ്സ് ജനിച്ച് വളർന്ന ആ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ മിസ്സിൻ്റെ ചില അവസരങ്ങളൊക്കെ ഈ ഡോമിനേഷൻ മൂലം നഷ്ടപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല സത്യം പറഞ്ഞാല്. സിറ്റുവേഷൻ എങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നിട്ടില്ല? അതായത് ഒരു മെയിൽ ഉള്ളത് കൊണ്ട് എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ കുറേ കാലമായില്ലേ വർക്ക് ചെയ്യുന്നു അല്ലേ? ഈ ഒരു ജോബ് കിട്ടിയപ്പോഴുള്ള സിറ്റുവേഷൻ, അതിന് മുൻപേ ഉള്ളൊരു സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്താൻ പറഞ്ഞാൽ, പോട്ടെ സ്റ്റഡീസ് മാറ്റി വെക്കാം, അതിനെക്കുറിച്ചൊരു താരതമ്യം നടത്താൻ പറഞ്ഞാൽ മിസ്സിന് എന്താ ഫീൽ ചെയ്യുക? ലൈഫ് ബിഫോർ ജോബ്, ആഫ്റ്റർ ജോബ്, ദാറ്റ്സ് ഇറ്റ്. ബിഫോർ ജോബ് എന്ന് പറയുമ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു 19ാമത്തെ വയസ്സ് മുതലേ ഞാൻ ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് ആണെങ്കിലും ട്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിലും. അപ്പോൾ എനിക്ക് അവിടുന്ന് ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇൻകം ഇല്ലാതെ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇതുവരെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരു 5 രൂപയാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ബിഫോർ ഇപ്പോൾ ഇവിടെ കയറിയിട്ടാണെങ്കിലും ഓക്കെ, ഇവിടെ കയറിയിട്ടാണെങ്കിലും മിസ് ഏൺ ചെയ്തുണ്ടാക്കിയതാണ് അല്ലെ? 19ാം വയസ്സ് മുതൽ മിസ് ഏൺ ചെയ്തു, മിസ്സിന്റെ കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ദാറ്റ്സ് എന്താണ് ഒരു വലിയ ചേഞ്ചാണ് അത്. ആ ചേഞ്ചിന്റെ ഭാഗമാണ് ശില്പ മിസ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ യു ആർ സാറ്റിസ്ഫൈഡ്? കറക്റ്റ്. അപ്പോൾ ജിംഷ മിസ്സിന്റെ അടുത്തേക്ക് വരുമ്പോൾ 19ാം വയസ്സിൽ ജോലി സ്റ്റാർട്ട് ചെയ്ത ശില്പ മിസ്, 19 വയസ്സൊക്കെ പോട്ടെ, വയസ്സിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ജിംഷ എവിടെ നിന്നാണ് വരുന്നത്? മിസ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് പട്ടാമ്പി. അവിടുത്തെ ഒരു കോൺസെപ്റ്റ് അബൌട്ട് ഗെറ്റിംഗ് ജോബ് ഫോർ വിമൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലാതെ വന്നിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും? കുറച്ച് പിരിമുറുക്കത്തോട് കൂടിയിട്ട് അനാവശ്യമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? കല്യാണത്തിന്റെ കേസൊക്കെ എടുക്കുമ്പോൾ, വിവാഹം കോഴിക്കോടും പാലക്കാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കേസിലൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരാത്തത് കൊണ്ടായിരിക്കോ? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായും ചിന്തിക്കാറുണ്ട്. ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്ത് എക്സ്പീരിയൻസ്? ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വീടിന്റെ അടുത്ത പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് ചോദിക്കും, എന്താണ് കല്യാണം കഴിക്കാത്തത്? താല്പര്യമില്ല മീൻസ് ഇപ്പൊ വേണ്ട, അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് കല്യാണം കഴിക്കാത്തത് എന്നുള്ളത് എത്രാമത്തെ വയസ്സ് മുതൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുള്ളത്? 21 ആഫ്റ്റർ PG പഠിക്കുമ്പോ മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോട്ടില്ല. അല്ല, 21 വയസ്സായാലും കല്യാണം കഴിക്കണം എന്നുള്ള 18-ലെ കല്യാണം കഴിച്ചു പോകുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഈ ചോദ്യം പുരുഷന്മാര്, അതായത് അവിടുത്തെ ആൺകുട്ടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചില്ലേ? ഇല്ല. പിന്നെ അനിയന് 21-22 വയസ്സായി. അപ്പൊ മാരേജ് ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? പല കാര്യങ്ങൾക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. മൈക്ക് പാസ് ചെയ്തു. മാരേജ് പല കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ജിംഷ മിസ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് അനഘ? എൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംഷനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ഇപ്പം, പക്ഷെ ഓൾ സൊസൈറ്റീനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ചിലവർ അങ്ങനെയാണ്. മാരേജ് കല്യാണം കഴിഞ്ഞതോടുകൂടി പഠിപ്പ് നിർത്തിയവരുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട്, ക്യാരിങ് ആയിട്ട് കുട്ടികളെ നോക്കിയിട്ട് അവരുടെ ഫ്യൂച്ചർ എന്താന്ന് നോക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ അവരുടെ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് കല്യാണം കഴിഞ്ഞിട്ടും പഠിച്ചവരുണ്ട്, അവരുടെ ഫ്യൂച്ചർ എന്താണ് അച്ചീവ് ചെയ്ത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിഷാന മിസ്സൊക്കെ
അങ്ങനെ ഒരാളാണ്, കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ച് ജോലിക്ക് വരുന്ന ഒരാളാണ്, കുട്ടികളെയൊക്കെ വെച്ചിട്ട്. അപ്പം എനിക്ക് ഫുള്ളി അങ്ങനെ പറയാനും പറ്റില്ല നമുക്ക്. അതായത് ഒരു നമുക്ക് ഭാഗികമായിട്ട് എടുക്കാം അല്ലെ. തൊട്ടടുത്തിരിക്കുന്ന സഫ ഒരു മാരീഡ് വുമൺ ആണ്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ. അപ്പം നമ്മളിൽ നിന്നും കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും സഫയുടെ ഒപ്പീനിയൻ. സഫ, വിവാഹം കഴിഞ്ഞതിന് ശേഷം സഫയുടെ ലൈഫിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാരണം വിവാഹം എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രോത്തിനെ, നമ്മുടെ വളർച്ചയെ പലപ്പോഴും തടഞ്ഞു നിർത്തുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയിട്ടുണ്ട് വിവാഹം. നീ ഇതുവരെ വിവാഹം ചെയ്തില്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ വളർച്ചയെയോ നമ്മളെ ഡെവലപ്മെൻറ്റിനെയോ ആളുകൾ ചോദിക്കുന്നത് വിവാഹത്തിലൂടെ ആയിരിക്കും. വിവാഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് മുൻപോട്ടേക്ക് വെച്ചിട്ട്, ഇത്ര പ്രായമായി വിവാഹമായില്ലേ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളായില്ലേ, ഇത് പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഇനിയും മാറാനുണ്ട് അല്ലേ? സഫയ്ക്ക് എന്താണ്? എനിക്കിതുവരെ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കൊരു റെസ്ട്രിക്ഷൻസ് ഇതുവരെ വന്നിട്ടില്ല. ആൻഡ് ഈവൻ ഞാൻ കൂടുതലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങിയത് ഞാൻ മാരീഡ് ആയപ്പോൾ അതിന് ശേഷമാണ്. ഒരു മിനിറ്റ്, ദാറ്റ്സ് എ ഗുഡ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഹൗ? ഇറ്റ്സ് ബിക്കോസ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ദൂരേക്കൊരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒറ്റയ്ക്ക് വിടില്ല, പേടിയാണ്, എൻ്റെ പാരൻസിന് പേടിയാണ്. ബട്ട് ഞാൻ മാരീഡ് ആയപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എന്താ വെച്ചാൽ, ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ, യു ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്, നിൻ്റെ കാര്യങ്ങൾ നീ ഒറ്റയ്ക്ക് ചെയ്യണം, നീ ബോൾഡായിട്ട് മാറണം. അപ്പോൾ ഇതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആ ഒരു ഗ്രോത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് റിയലി നൈസ്. അജന്യക്ക് പാസ് ചെയ്തോളൂ. അജന്യ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചത് ഫ്യൂച്ചർ പ്ലസിലെ ടീച്ചേഴ്സുമായിട്ടാണ്. ആൻഡ് അജന്യ ഇവിടുത്തെ നമ്മുടെ അഡ്മിൻ ആണ്, ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഫ്രം ദി അഡ്മിൻസ് പാനൽ. അജന്യ മാരീഡ് അല്ലല്ലോ അല്ലേ? അല്ല, അജന്യ മാരീഡ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് വിവാഹത്തിനെ കുറിച്ച് സംസാരിച്ചു, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ശരിക്കും അജന്യക്ക് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇരിക്കുമ്പം അജന്യക്ക് തോന്നുന്നുണ്ടോ, ശരിയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണം, നമുക്ക് കുറച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വേണം എന്ന് അജന്യക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ മാത്രമായിട്ട് നമ്മുടെ വർത്തമാനങ്ങൾ, മലയാളീസ് ലോക്കലായിട്ട് പറയുമ്പോൾ കുടുംബശ്രീ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചെയ്തിട്ടുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം? അല്ല, അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും അങ്ങനെ സംസാരിക്കാറുണ്ട് ഇവിടെ. അല്ലാതെ അങ്ങനെ ഇരിക്കാൻ പറ്റിയത് ശരിക്കും ഇങ്ങനെ നമ്മൾ കൂടെ ഇരിക്കുന്ന സമയത്തെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് പല ആളുകളിലും ഓക്കെ ഏതൊക്കെ ലെവലിലാണ് അവർ, ഏതൊക്കെ റെസ്ട്രിക്ഷൻസിലൂടെയാണ് അവർ കടന്നു വരുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ആസ് എൻ അഡ്മിൻ പാനലിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അജന്യ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ സമയത്ത്, അല്ലെങ്കിൽ അജന്യയുടെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ അതെങ്ങനെയാണ് പൊതുവേ സോൾവ് ചെയ്യാറുള്ളത്? പ്രഷറും ടെൻഷനും അങ്ങനെയുള്ളൊരു സാധനം വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക പൊതുവേ? അങ്ങനെ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആരോടെങ്കിലും പറയൂ, എടുത്തിരിക്കണ ആരോടെങ്കിലും ഞാൻ പറയാറുണ്ട്. അങ്ങനെ പോയി പറയാലാണ് ചെയ്യുക. എനിക്ക് കുറച്ചൊരു ഇത് കിട്ടും. അപ്പോൾ പൊതുവെ ടെൻഷനും പ്രഷറും നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ വർക്ക് സ്പേസ്. അതെന്തായാലും ഉണ്ടാവില്ലേ, ഇത് വർക്കിലായാലും ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെയുള്ളത് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് ആണാണോ പെണ്ണാണോ നോക്കിയിട്ടാണോ ഷെയർ ചെയ്യാറ്? ഒരിക്കലല്ല. അല്ല. ശ്രീഷ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ അഡ്മിൻ പാനലിൽ നിന്നുള്ള മറ്റൊരാളാണ്. സോ ശ്രീഷ എവിടെ നിന്നാണ് വരുന്നത്? ബേപ്പൂരിൽ നിന്നാണ്. അപ്പം ശ്രീഷയുടെ അടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി ആയി എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി ശ്രീഷ നേരിടുന്നുണ്ടോ? ഓക്കെ ഞാനൊരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട്, കാരണം ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള റീസൺ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ എൻ്റെ ഗ്രാൻഡ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ, ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടിൻ്റെ പീക്ക് ലെവലിലുള്ള ആൾ. അപ്പോൾ ഞാൻ എന്തൊരു കാര്യം ഷെയർ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ അട്ടർ മോസ്റ്റ് ലെവലിൽ എത്തിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അവർ എൻ്റെ വീട്ടിൽ നിന്ന് നിരന്തരം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പെൺകുട്ടികളാകുമ്പോൾ ഇത്ര ശബ്ദത്തിൽ സംസാരിക്കരുത്. ഓക്കെ, ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് വിത്ത് മൈ
എനിക്ക് ഫുള്ളും ബ്രദേഴ്സാണ്, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ബ്രദർ, അനിയൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ. അപ്പോൾ നീ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന കളികൾ വരെ അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ബേസ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഫോക്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം മാറുന്നുണ്ട് അല്ലേ, മാറുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വെല്ലുവിളിയോ ചലഞ്ചോ ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പം ലേറ്റ് ആവുന്നതിനെയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പറയേണ്ട ഇതുപോലും ഇല്ല. അങ്ങനത്തെ ഇഷ്യൂ ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. അപ്പം എഡ്യൂക്കേറ്റഡ് ആണ് ശ്രീഷ. ശ്രീഷ ഇപ്പം ഏതുവരെ പഠിച്ചു? ബികോം വരെ പഠിച്ചു. ബികോം ചൂസ് ചെയ്യാനുള്ള റീസൺ ശ്രീഷയ്ക്ക് ഇഷ്ടമായിട്ട് തന്നെ ശ്രീഷ ബികോം ചൂസ് ചെയ്തതാണോ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ, ഓക്കെ മറ്റേ സബ്ജക്റ്റുകളൊന്നും പഠിക്കാണ്ട് അതെടുത്തോ അതാണ് നല്ലത് എന്നതിൻ്റെ ബേസിൽ ബികോം എടുത്തതാണോ? അല്ല, ഞാൻ കൊമേഴ്സ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ പിന്നെ ബികോം അത്രയും അപ്പം അത് തന്നെ വളരാനും സക്സസ്ഫുള്ളായി മാറാനുമാണ് ആഗ്രഹമുള്ളത് അല്ലേ? ഓക്കെ. ഇപ്രാവശ്യത്തെ വിമൻസ് ഡേയുടെ തീമുണ്ട്, അത് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? ഇല്ല. വിമൻസ് ഡേക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തീമിൻ്റെ ആവശ്യമുണ്ടോ? എന്ത് തോന്നുന്നു? പൊതുവേ ഇങ്ങനെയുള്ളൊരു ഇൻ്റർനാഷണൽ ഡേയ്സ് ഒക്കെ വരുമ്പം സെപ്പറേറ്റ് തീമുകൾ കൊണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഗോൾസാണ് ആ തീമിൽ പൊതുവെ വരാറുള്ളത്. 2026 വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഗിവ് ടു ഗെയിൻ എന്നാണ്. അതായത് സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നൽകുക. സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതിനോടൊപ്പം തന്നെ അവരുമായിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം അവർക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. അവർ വളരുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിയും എന്താവുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്. So the theme of International Women's Day of 2026 is Give to Gain എന്നാണ്. അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കും അവസരങ്ങൾ നൽകുകയാണ്, വളരാനുള്ള അവസരങ്ങൾ നൽകുകയാണ്. ആ അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള വളർച്ച, അതിൻ്റെ ഒരു സ്പീഡ് കൂട്ടുക. നമുക്ക് എത്രത്തോളം വളരാൻ പറ്റുമോ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാതെ ഇതാണ് എൻ്റെ ലോകം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തും കുറേ ലോകമുണ്ട് എന്ന് പറയാനുള്ള. അതായത് നമ്മൾ പൊതുവേ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. എന്താണ് പഴഞ്ചൊല്ല്? എന്താണ്? ആമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് പറയാറില്ലേ? മലയാളത്തിൻ്റെ മിസ് പറയും, സ്നേഹ മിസ്സേ, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ എന്താണത് പറയാറുള്ളത്? എന്തൊരു ടോക്ക് പൊതുവേ നമ്മൾ മലയാളീസ് പറയാറില്ലേ? പുറം ലോകം കാണില്ല എന്നുള്ളത്. ആ ചിന്താഗതി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തുക, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ വിമൻസ് ഡേയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, യൂസ് ദി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വി ആർ പ്രൊവൈഡിങ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഫ്രണ്ട്ലി ടോക്കാണ്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ കൗൺസിലേഴ്സിൻ്റെ പാനലാണ് കേട്ടോ. അപ്പം കൗൺസിലേഴ്സിൻ്റെ പാനൽ എന്ന് പറയുമ്പോൾ for me they are considered as the backbone of Future Plus Academy. ആണോ? അങ്ങനെയാണോ? ആണോ ജിസ്ന? എന്തുകൊണ്ടാണ് ജിസ്ന ബാക്ക്ബോൺ ഓഫ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനെയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഓക്കെ, സബീന. ജിസ്ന പറഞ്ഞു ബാക്ക്ബോൺ ഓഫ് ദ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്നുള്ളത് എന്തുകൊണ്ടാണ്? പിടിച്ചോ പറഞ്ഞോ. ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഫ്യൂച്ചർ പ്ലസിന്റെ മെയിൻ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങളില്ലെങ്കിൽ ഇത് മുൻപോട്ടേക്ക് പോവാൻ കുറച്ച് പാടുപെടും എന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോ ഏതാണെങ്കിലും സെയിൽസ് ആണല്ലോ ഇമ്പോർട്ടന്റ്. എക്സാക്ട്ലി. സെയിൽസിനെ റെപ്രസെന്റ് ചെയ്യണ നമ്മളല്ലേ? നമ്മളല്ലേ മെയിൻ? അങ്ങനെ വേണമല്ലോ. അതെ അല്ലേ? അപ്പൊ മെയിൻ ആയിട്ടുള്ള നിങ്ങൾ മെയിൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ ആ ഒരു കൺസിഡറേഷൻ ഒക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കാര്യമായിട്ടാ? അതൊന്ന് ജസ്റ്റ് സാരംഗിക്ക് പാസ് ചെയ്തേ. സാരംഗി പുതിയതായിട്ട് വന്നാണ് സാരംഗി ഇവിടെ അല്ലെ? കുറച്ച് സമയമായിട്ടുള്ളൂ. സാരംഗിക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ ഇവിടുത്തെ ഒരു ഇവന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരുടെ ഒക്കെ ഒരു കോപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓഫീസിലേക്ക് വരിക അറിയുമ്പോ ഇത്ര അലമ്പായിരിക്കും വരുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. യു ഗോട്ട് ദ ടാഗ് നോ അലംസ്. ഓക്കെ, എല്ലാരും നല്ല വൈബാണ്. ഓക്കെ, വൈബാണ്. ഇഷ്ടമായി. ഇതിനു മുമ്പ് സാരെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഓ, ഓക്കെ. അപ്പൊ വന്നത് നല്ല സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ? ശരി, ഓക്കെ. ആദിത്യ,
അലമ്പാണോ ആദിത്യ അവര്? ചെറുതായിട്ടൊക്കെ അലമ്പാണ്. വൈ ദാറ്റ് ചെറുതായിട്ടൊക്കെ അലമ്പ്? അങ്ങനെയല്ല, ഇപ്പൊ എന്തൊരു കോർപ്പറേറ്റ് ഓഫീസിൽ ഉണ്ടാവുന്ന സ്ട്രിക്ട്നെസ് ഒന്നും ഇവിടെ എന്തായാലും ഇല്ല. എക്സാക്ട്ലി, നല്ല ഫ്രീഡം തന്നിട്ടുണ്ട്. ഓക്കെ, അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊതുവെ ഞാൻ മുൻപൊരു കോർപ്പറേറ്റ് എന്താ പറയാ ഓഫീസിൽ വർക്ക് ചെയ്തതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും they have some rules like ഇത്ര ടൈമിന് വരണം കേട്ടോ. നിങ്ങൾ ടൈമിന് വരണം, പഞ്ചിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്കിലും കുറച്ച് ചിരിച്ചു കഴിഞ്ഞാൽ HR വരും, വൈ സച്ച് എ സ്മൈൽ ഓഫ് ഹിയർ എന്നുള്ളത്. അതിവിടെ ഇല്ല. HR പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊരു കംപ്ലൈന്റ് ആയിട്ട്. അപ്പൊ സാർ പറഞ്ഞു ഒരു സംസാരിച്ചോട്ടെ, കുഴപ്പമില്ല, ഓരോ വർക്ക് കൊടുക്കുന്ന ടൈമിൽ ഒരു ചെയ്ത് തീർത്താൽ മതി. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം അത് നമ്മുടെ വർക്ക് സ്പേസിൽ ആവശ്യമുണ്ടോ? അമിതമായാൽ അമൃതും വിഷം എന്ന് പറയേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണവരാണ്. സോ നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കൊളീഗ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരും. നിങ്ങളെല്ലാരും കൈക്കൂലി കൊടുത്തിട്ടാണോ മക്കളെ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വന്നിട്ട് 1 വീക്ക് ആവണുള്ളൂ. അതുകൊണ്ടാണ് സാരെങ്കിൽ ഓൾറെഡി പൊക്കി അങ്ങ് പീക്ക് ലെവൽ എത്തിച്ചിരിക്കുക. സോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാരും ഭയങ്കര വൈബാണ്. അപ്പൊ ഡെയിലി വരാനും ഒക്കെ ഒരു താല്പര്യമുണ്ട്. മറ്റേ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആകുമ്പോ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരൂലേ. പക്ഷെ ഇവിടെ വന്നപ്പോ അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടില്ല. എല്ലാവരും നോമ്പായതുകൊണ്ട് കള്ളം പറയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വേർഡ്സ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുമിച്ചല്ലേ നിങ്ങൾ വന്നത് അല്ലേ? സെയിം. ഞങ്ങൾ ഒരേ വീക്കിലാ വന്ന് കയറിയത്. അപ്പൊ അതേപോലെ വന്നപ്പോ കുറെ ഡൗട്ട്സും കാര്യങ്ങളും, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും എങ്ങനെ ആവും. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എല്ലാരും ഒരു മടിയും കൂടാതെ നമുക്ക് പറഞ്ഞൊരു സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, റെഡിയായി വരും. ഓക്കെ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ റൈറ്റ്. അപ്പോൾ നിലോഫർ ഇവിടെ കുറച്ച് വർഷമായി അല്ലേ? 2 yearsന്റെ അടുത്തായി. അപ്പം നിലോഫർ ആദ്യം വന്ന സമയത്തെ ഈ പറയുന്ന പോലെ ഒരു പാനൽ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? അതെ, ആദ്യം മുതലേ നല്ല ഒരു ഫ്രീഡം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ഏത് ഫ്രീഡം? ആ ഒരു ഫ്രീഡം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഈ ഫ്രീഡം എന്നുകൊണ്ട് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുക അങ്ങനെ ഒരു ഇതല്ല. നമുക്ക് നല്ല കമ്പനിയായി ജോലിയായി വർക്ക് കറക്റ്റായിട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. 2 വർഷമായി ഇവിടെ വന്നിട്ട് അല്ലേ? അശ്വതി? ഞാൻ 3 years ആയി. 3 years ആയി. 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷം ഫ്യൂച്ചർ+ അക്കാദമിയുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ് അശ്വതി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അശ്വതി, കാരണം ഇവിടെ ഇല്ലേ നമ്മള് അക്കാദമിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മെയിൽ സ്റ്റാഫിനേക്കാളും കൂടുതലുള്ളത് അല്ലെ, ഫീമെയിൽ എംപ്ലോയീസ് കൂടുതലാണ്. വി ഗൈസ് ആർ പാർട്ട് ഓഫ് ഫ്യൂച്ചർ+ അക്കാദമി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, 3 വർഷം വന്നില്ലേ, എന്താ ഫീൽ ചെയ്യുന്നത് ശരിക്കും? എനിക്ക് ഇനിയും ഇവിടുന്ന് എന്തുകൊണ്ടാണ് പുറത്ത് ചാടാതെ ഇരിക്കുന്നത്? ഇവിടെ തന്നെ നിൽക്കാനുള്ള കാരണം എന്താ? അങ്ങനെ ഞാൻ പുറത്ത് ചാടുന്നത് പറയല്ല, ഇവിടെ ചില്ലാണ് സംഭവം. ചില്ലാണ്. നമ്മള് വർക്ക് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലെ കാര്യമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ നേരത്തെ അങ്ങനെയും വേണമെങ്കിൽ പറയാം. സംഭവം ചില്ലാണ്. ഒരു ബോറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ഒരു പ്രഷറായിട്ട് നമുക്കിവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രഷർ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേ അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യാ? അങ്ങനെ ഒരു സന്ദർഭം. ഐഷു ചിരിക്കുന്നുണ്ട്. ഐഷുവിന് കൊടുത്ത മൈക്ക്. ഐഷു പ്രഷർ വന്നാൽ ഐഷു ഇങ്ങനെയാണോ ഡീൽ ചെയ്യാറുള്ളത്? ഇങ്ങനെ തന്നെ. എനിക്ക് ഇതൊരു പ്രഷർ വന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ഇവിടെ പ്രഷർ ഇല്ലാത്തതാ പ്രശ്നം അല്ലേ? അല്ല, എല്ലാവരും കാരണം സ്വതവേ നമ്മളൊരു വർക്ക് സ്പേസിൽ നമ്മൾ നേരിടുന്ന 3 പ്രശ്നങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ ജിസ്ന? അതാണ് നമ്മുടെ വർക്ക് സ്പേസിൽ നേരിടുന്ന 3 പ്രശ്നങ്ങൾ ഏതൊക്കെയാ? ഒന്ന് പറ. നമ്മൾ ഈ ജയ ഹേ മൂവി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതില് ജഡ്ജ് ചോദിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ആരുടെ അടുത്ത്, ബേസിലിന്റെ അടുത്ത്, ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ വേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഒരു വർക്ക് സ്പേസിൽ നമുക്ക് വേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? പിന്നെ സെബീന പറയും. സെബീന നമുക്ക് ആർക്കും അറിയാത്തൊരു ഉത്തരം പറയും. അതാണ് സെബീനയുടെ പ്രത്യേകത. പങ്ക്ച്വാലിറ്റി വേണം അല്ലേ? ഓക്കെ. സാരംഗിക്ക് എന്ത് തോന്നുന്നു? സമാധാനം. വാവ്. ഫ്രീഡം, പങ്ക്ച്വാലിറ്റി, സമാധാനം. ഈ 3 നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഹാപ്പിയാണ്. അതെന്താ ഇങ്ങനെ? ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനെയാണോ ഹാപ്പിയാണെന്ന് പറയാ? Are you guys happy? Seriously? അല്ലേ? എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ? ഇത്ര 3 വർഷം വർക്ക് ചെയ്യുന്നു, 2 വർഷം, 1 വർഷം, 2 ആഴ്ച, ഒരാഴ്ച അല്ലേ? ഡു യു വാണ്ട് എനി കൈൻഡ് ഓഫ് ചേഞ്ചസ് ഫ്രം ദി അതോറിറ്റീസ് ഓഫ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി? പേടിക്കണ്ട, നിങ്ങൾക്കുള്ള സ്പേസാ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഒരു ചെയ്തു തരും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ അതോറിറ്റീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചേഞ്ച് വേണോന്ന്. വേണ്ട, അതിന് നിനക്ക് ഫീൽ ചെയ്യാൻ സമയമായിട്ടില്ല, ഒരാഴ്ചയിലായുള്ളൂ അവിടെ. നീ പറ, അശ്വതി പറ. ചേഞ്ച് ഒന്നും വേണ്ടെന്നാണല്ലേ? പക്ഷെ നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആട്ടോ മിസ് ചെയ്തത്. ഇപ്പൊ വുമൻസ് ഓഫർ ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും മാറ്റം പറഞ്ഞാൽ ഒരപ്പ ചേഞ്ചസ് ഒക്കെ റെഡിയാക്കി തരും. സോ യു ഗൈസ് ആർ ഹാപ്പി. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് കേൾക്കുമ്പോൾ. നമ്മുടെ അതോറിറ്റീസും എല്ലാവരും ഹാപ്പി ആയിരിക്കും. സോ വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു വിഷ് ഹാപ്പി വുമൻസ് ഡേ ഗൈസ്. എല്ലാം സെറ്റ് ആവട്ടെ, ഇനിയും ഗ്രോത്ത് ഒരുപാട് ഉണ്ടാവണം അല്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സെഷന്റെ ഫൈനൽ ഒരു സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് നൗ വി ഹാവ് സം അതർ സൂപ്പർ ലേഡീസ്. ഫ്യൂച്ചർ പ്ലസിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സ്കിൽമേറ്റിലെ നമ്മുടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ഒക്കെയാണ് കേട്ടോ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. സോ ഹായ് എവ്രി വൺ. എല്ലാവരും വന്നപ്പോൾ ചോദിച്ചു എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞുള്ള ചോദ്യമൊന്നും ഇല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് വർത്തമാനങ്ങളിലേക്ക്, നമ്മുടെ മാത്രമായിട്ടുള്ള വർത്തമാനം, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്താ വിമൻസ് ഡേ? എന്താ? മാർച്ച് 8 വിമൻസ് ഡേ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കാനുള്ളൂ. ഈ മാർച്ച് 8 വിമൻസ് ഡേ നമ്മൾ ആഘോഷിക്കുന്ന സമയത്തെ നമുക്കറിയാലോ പല മേഖലകളിലായിട്ട് പല സ്ത്രീകൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അച്ചീവ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സുമിത വില്യംസ് ഇപ്പൊ അടുത്ത KLF-ന്റെ സെഗ്മെന്റ്സിന് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെയൊക്കെ ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗോൾ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എനിക്ക് അതാണ് ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോ ദിൽഷയുടെ ഗോൾ എന്താണ്? ദിൽഷയ്ക്ക് ഇവിടെ ഓക്കെ ആണോ ഈ ഒരു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതിൽ? അവിടെ ഇരുന്നാ മതി. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ്. അപ്പൊ ഇത് ചോദ്യമല്ല കേട്ടോ. മുബീൻ ഭായ് നോക്കട്ടെ. മുബീൻ ഭായ് നമ്മുടെ ഹിന്ദുവിന്റെ മെയിൻ ആളാണ്. നോക്കാം എന്താ പറയാനുള്ളത്. ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇതൊന്നല്ല ഗോള് തന്നല്ല. അതാണ് മെയിൻ. നല്ലൊരു സ്കൂളിൽ കയറണം, നല്ല ഗവൺമെന്റ് സ്കൂളിൽ തന്നെ കയറണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ അതിലേക്ക് ഇനിയും നമുക്ക് പോയിക്കൂടെ? സമയമില്ലേ? അതിനുള്ള പണിപ്പുരകളൊക്കെയാണോ ചെയ്യുന്നുണ്ട്? വെരി ഗുഡ്. അപ്പൊ ലുലു നമസ്തേ, ഇതേപോലെ ഒരു ഗവൺമെന്റ് ജോബ് കേറി പിടിച്ച് അള്ളി പിടിച്ചിരിക്കണം എന്നാണോ ആഗ്രഹം? ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പാഷൻ ടീച്ചിങ് ആണ്. അപ്പം മെയിൻലി ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാല് നമുക്ക് ഒരു പ്രത്യേക ഐഡിയ. ഇപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ ഇൻസ്പയർ ചെയ്യേണ്ട ഒരാളാണല്ലോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു മാസ് ഓഫ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഒരുപാട് ലാർജ് ഒരു ഏരിയ ഓഫ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും എന്താ പറയുക, ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞ സുരിന വില്യംസിന്റെ കാര്യം പറഞ്ഞല്ലേ, അതുപോലെ തന്നെ എല്ലാവരും ഒരു അതെന്റെ ഒരു വലിയൊരു ഡ്രീമാണ്. പിന്നെ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് ഇപ്പൊ ടീച്ചിങ് എന്ന് ആയിരിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കോട്ടെ, നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന പിള്ളേരുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇന്ന് നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്ത് പിന്നെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒരു ലക്ഷ്യം എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താ പറയാ, നമ്മള് അത് കൊള്ളായിരുന്നു അല്ലേ? ബ്രാൻഡ് ഉണ്ടാക്കി ഇനിയിപ്പോ ഒന്നുമില്ല, ഇവരോടൊന്നും പറയാനും പറ്റാത്ത അവസ്ഥ. ട്രോള് വരുമോ? ഓക്കെ, ഇവിടെ നമ്മുടെ തൻഹമോട് പറഞ്ഞേ, എന്താണ് തൻഹയുടെ മോട്ടീവ്, ലക്ഷ്യം എന്ന് പറയുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടം അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഫ്യൂച്ചർ സ്കിൽ മീറ്റ് ഞാൻ ഫസ്റ്റ് ജോബിന് വന്ന ഇവിടെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അറിയില്ല ഇനി വേറെ സ്ഥലങ്ങളിൽ എങ്ങനെ ആയിരിക്കും ഒന്നും അറിയില്ല. പക്ഷേ കുറച്ചൊരു ബിഗിനിങ് കൊള്ളായിരുന്നു അല്ലേ? ഒരു ജോബൊക്കെ കിട്ടിയിട്ട് തോന്നുന്നു കുറച്ചൊരു 100
അങ്ങോട്ട് കയറാനുണ്ട്. എന്താണ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാരണം എന്താ? അക്കൗണ്ടന്റ് ആവാൻ ഭയങ്കര ഇഷ്ടം. അതല്ല, സ്കിൽമേറ്റ് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ വിചാരിച്ച പോലുള്ള സ്പേസ് കിട്ടുന്നതിനെ കൊണ്ടാ? ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു കമ്പനി എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഓഫീസ് എങ്ങനെ ആയിരിക്കും ഞാൻ തീരെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നല്ല കമ്പനി, എന്താ പറയാ, നല്ലൊരു സുഖം, നല്ലൊരു അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാവരും നല്ല കമ്പനിയാണ്, നല്ല രീതിക്ക് വർക്ക് എടുക്കാനും സാർമാരാണെങ്കിലും നല്ലതാണ്. ഞാൻ ഇവിടെ ഫീൽഡ് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എനിക്കൊരു, ഞാൻ കുറെ റീൽസ് ഒന്നും കാണലുണ്ട്. ഞാൻ വിചാരിച്ച് മീൻസ് എന്താ പറയാ, മക്കളെ നിങ്ങൾ വേണമെങ്കിൽ അടുത്ത മാസം തന്നേക്ക് ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചാട്ടോ. ഞാൻ എടുക്കുന്നുണ്ട്, അത് ക്ലിയർ ആക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്. ഇവിടെ എന്താണ് അവസ്ഥ? പേര് പറഞ്ഞോ. പേര് അഖില. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്, കമ്പ്യൂട്ടർ ടീച്ചറായിരുന്നു. ആ ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ജോബിലേക്ക് കയറിയത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി നല്ല ഈ ജോബ് തന്നെയാണ് തോന്നുന്നത്. അക്കാദമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത് ആ ഒരു ജോബിനെയാണ് നല്ല ഹാപ്പിയാണ്. കാരണം ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ. കാരണം പിന്നെയും സംശയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മിസ്സൈഡ് അങ്ങനെയാണ്, മിസ്സൈഡ് ഇങ്ങനെയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കും. ഇപ്പൊ ആ ഒരു സംശയങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ജോലി വിടാൻ കാരണം. റീസൺ കുറച്ച് എന്താ പറയാ, മാരേജും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് വിട്ടതാണ്. പിന്നെ കൂടുതലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വീട്ടിൽ വന്നാലും ക്വസ്റ്റ്യനാ, മിസ്സേ അടിച്ചത്. അപ്പൊ എനിക്ക് തോന്നി അവിടെ ഞാൻ അത്ര സെറ്റായി നിൽക്കുള്ളൂ. 1 year കഴിഞ്ഞപ്പോൾ ഇറങ്ങി അവിടെ അന്വേഷണം അക്കാദമിക് കൗൺസിലറെ സ്കില്ലിലേക്ക് കയറി. ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. ഹാപ്പിനെക്കാളും കൂടെ നല്ലൊരു ഫാമിലിയിലേക്ക് കയറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ഹാപ്പിയാണ്. കാരണം വീട് എന്താണോ അതുപോലെ എനിക്ക് ഇവിടെയും തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയില് മെയിൽ സ്റ്റാഫ് കുറവാണ്. ആ മെയിൽ സ്റ്റാഫ് കുറവായത് കൊണ്ട് നിങ്ങൾ കുറച്ച് ഹാപ്പി ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുണ്ടാവും. അപ്പൊ അതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവരടങ്ങുന്നതാണ് ഫാമിലി. അതാ ഞാൻ പറഞ്ഞത്, ഇവരടക്കമുള്ളതാണ് ഫാമിലി. ശരി, വെരി ഗുഡ്, നൈസ്. എനിക്ക് പേര് മറന്നുപോയി. റീഹ പറ. അല്ല, റീഹ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്ന ജോലി ഇത് തന്നെയാണോ റീഹയുടെ ലക്ഷ്യം? റീഹയ്ക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടോ? ഓഫ് കോഴ്സ് ദിസ് ഈസ് നോട്ട് ലൈക്ക് ഇതെല്ലാം എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഇതല്ല. ലൈക്ക് ഞാൻ എൻ്റെ എന്താ പറയുക ഒരു ജേർണി തുടങ്ങിയത് ഫസ്റ്റ് ഞാനൊരു ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയാണ് സ്റ്റുഡൻസിനെ എടുത്ത ഹിന്ദി ടീച്ചറായിരുന്നു. അപ്പോൾ എന്താ പറയുക അതെനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെയാണ്. പക്ഷെ എന്നാലും എന്താ പറയുക എന്തായാലും ഞാൻ ഈ ഒരു ഫീൽഡ് കണ്ടിന്യൂ ചെയ്യൂടാന്ന് എനിക്ക് അന്നേരം ഓർമ്മ. പക്ഷെ അതെന്നാലും ഒരു പാർട്ട് ടൈം പോലെയാണ് ഞാൻ കണ്ടത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമൊക്കെ ഞാൻ ആഫ്റ്റർ കോളേജ് ഞാൻ ട്യൂട്ടറിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൗൺസിലറായിട്ട് കയറിയിട്ടുണ്ട്. ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ പിന്നെ HR മാനേജ്മെന്റ് കോഴ്സ് ചെയ്തു. ഇപ്പൊ ഞാൻ കറന്റ് ഡൂയിങ് മൈ MBA കഴിഞ്ഞിട്ട് MBA in HR ആണ് എടുത്തത്. ഇനി ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് HR-ലേക്ക് തന്നെ നോക്കാനാണ് പ്ലാന്. അപ്പോ സോ ഡ്രീം എന്ന് പറയാന് ഇപ്പോ കാര്യമായിട്ടൊന്നുമില്ല. ലൈക്ക് ഐ നീഡ് ടു ഏൺ എ ലോട്ട് ഓഫ് മണി. യെസ്. ആൻഡ് അതന്നെ. പിന്നെ പണം എന്തിനാണ് കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതി വരാൻ കാരണം? ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം കാറുണ്ട്. യെസ്, ഡിഫൻഡർ. അപ്പോൾ അൺടിൽ ഞാൻ അതിന് പൈസ ആക്കുന്നവരെ ഞാൻ ഏൺ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു കാറ് വാങ്ങണം. ഇവിടെ പേര് പറഞ്ഞോ? പേര് പറ.
ഞാൻ എന്തെന്ന് പറയാ, എനിക്കൊന്നും പറയാൻ അതെ, തന്റെ പേര് പറ. മംഗല മംഗല കഴിഞ്ഞ കുട്ടി കല്യാണം എല്ലാരും വരണ മതിയാ? കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല, നെക്സ്റ്റ് മന്ത് ആണ്. എന്റെ കല്യാണം ഈ മാസം 29. ആണോ? കൊറേ ആൾക്കാരുണ്ടല്ലോ. പേര് പറഞ്ഞേ, തൻഹയുടെ അടുത്തേക്ക് വരാട്ടോ. ദിക്ര. ഓക്കെ, ദിക്ര കല്യാണമാണ് അടുത്ത മാസം. ഹാപ്പിയാണോ? ആ ഹാപ്പിയാണ്. പിന്നെ ഇതെല്ലാം എന്റെ ഡ്രീം ജോബ് ഇതൊന്നല്ല. പിന്നെ എനിക്ക് കിട്ടാനും പോകുന്നില്ല, അതുകൊണ്ട് പിന്നെ കൂടുതൽ സമയം പറയുന്നുണ്ട്. അതല്ല, അതിപ്പോ ഞാന് പഠിച്ചതുകൊണ്ട് അത് പഠിച്ച ഗോള് വേറെ എന്തോ ആണ്. എന്താ ദിക്രാന്ന് പറയും? അത് ചിരിക്കോ ചിരിക്കില്ലേ എന്നൊന്നുമല്ല, പക്ഷെ അത് പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ആണ് ഇത്. അതുകൊണ്ടാ പറഞ്ഞത്. എന്താ ദിക്ര? എന്റേത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോ തലക്ക് കുടുങ്ങിയ ഒരു സംഭവമാണ് MBBS. അതിന് വേണ്ടിട്ട് ചേർത്താനുള്ള നിന്നിനി, പക്ഷെ ക്യാൻസൽ ആയി. എന്താ പറഞ്ഞേ? ചേർത്താൻ നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതെന്തുകൊണ്ട് വിടാൻ കാരണം? പറയണ്ട, അതൊന്നുമില്ല. അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഉണ്ടാവല്ലോ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ഒഴിവാക്കി മെല്ലെ നോക്കാൻ. ശ്രമിച്ചൂടെ? ശ്രമിക്കണം, ഇൻഷാല്ലാ. കല്യാണം കഴിഞ്ഞിട്ട് നോക്കണം എന്നല്ല, നോക്കും എന്നാണ് പറയുന്നത്. ഇൻഷാല്ലാ നല്ലൊരു സ്ഥലത്ത് നല്ല. അപ്പോഴും മറ്റേ ഗോള് വിടരുത്. MBBS എന്നുള്ള ഗോള് ഇപ്പം ദിക്ര നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എന്താ എനിക്കത് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് നിങ്ങളൊക്കെ ചിരിക്കും. ആ സാധനമേ തെറ്റാ അല്ലേ? അങ്ങനെ ഫീൽ ചെയ്തില്ലേ നിങ്ങൾക്ക്? അങ്ങനെ നമ്മള് നമ്മുടെ മുകളിലുള്ള കോൺഫിഡൻസ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല അല്ലെ തൻഹ? പിടിക്കണം അല്ലേ? തിരിച്ചു പിടിക്കണ്ടേ? നമ്മുടെ എന്താണ് പറയാനുള്ളത്? അതെ, ഇവിടെ ശ്രദ്ധിക്കും. എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോ സ്കിൽ മേറ്റില് ഇപ്പൊ ഒരു 6 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പറഞ്ഞ പോലെ BD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 4.5 വർഷത്തോളം. അതിൻ്റെ മുന്നേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് ആണ് എൻ്റെ ഒരു പാഷൻ എന്നുള്ളത്. പക്ഷെ ഞാനത് അല്ല, അങ്ങനെയല്ല, ഒരു നല്ലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. കാരണം കുട്ടികളുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലാസ് എടുക്കുക, കുട്ടികളായിട്ടുള്ള നല്ല മിംഗ്ലിങ്, നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ വളരെ സപ്പോർട്ടറായിട്ട് നിന്ന് കൊടുക്കുക എന്നുള്ളത് പണ്ടേ ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ ടീച്ചിങ്ങിൽ കയറിയപ്പോഴാണ്, ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ടീച്ചിങ്ങിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ്ങിൽ കയറിയപ്പോൾ എനിക്ക് തോന്നി ഡിഗ്രി വെച്ച് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു വാല്യൂ ഉണ്ടാവില്ലല്ലോ. ഞാൻ പാർട്ട് ടൈം ആയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ഒരു സാറിനെ കണ്ടപ്പോൾ സാർ പറഞ്ഞു, ഷഫിന ഈ ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിച്ചതല്ലേ, ഇത്രയും മാർക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ PG എടുത്ത് നെറ്റൊക്കെ എടുത്ത് എനിക്ക് കോളേജിൽ കയറാം. അപ്പോൾ ഞാൻ PG എടുത്തു. അപ്പോൾ നെറ്റിന് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാനതവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊരു പൈസ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ലൈഫ് സ്വന്തമായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു അക്കാഡമിക് കൗൺസിലർ എന്നുള്ളൊരു ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ എത്താനുള്ള കാരണം അതിലൂടെ നമുക്ക് സാലറി പ്ലസ് ഇൻസെൻറ്റീവ്, കമ്മീഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടുമല്ലോ. അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല, 1 വർഷം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, പിന്നെ എൻ്റെ സാറും പറഞ്ഞു ഇതാണ് നിൻ്റെ യുണീക്ക് ഏരിയ, കാരണം ഇതിലേക്ക് നിനക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ നിൽക്കാം. അങ്ങനെ ഒരു 4.5 വർഷം കൊണ്ട് തന്നെ ഞാൻ സ്ഥലം എടുത്തു, ഒരു കാറ് വാങ്ങി. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ട്, പക്ഷെങ്കിൽ കുറച്ച് ബേർഡൻസ് ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റി ഈ ഒരു ഫീൽഡിൽ. കാരണം എനിക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്നും ഞാൻ ഒന്ന് മാറി ഇവിടെ സ്കിൽമേറ്റിലെത്തിയതാണ്. അപ്പോൾ സ്കിൽമേറ്റിലെത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ജെന്യൂൻ ആയിട്ടുള്ളൊരു പേഴ്സൺസ് ആണ് ഞാൻ കാണാൻ പറ്റിയത്. സത്യം മീൻസ് ടീം അടിപൊളി ടീമാണ്. ഇപ്പോൾ സാറന്മാരാണെങ്കിലും അതേപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. അതെ, അടിപൊളിയാണ്. നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാം. ഇപ്പം വർക്ക് റിലേറ്റഡ് ആണെങ്കിലും നമുക്കൊരു അവിടെ ഒരു എന്താ പറയാ, നമ്മൾ ആ വർക്ക് ടൈമിൽ വർക്കിന്റെ ഒരു പ്രൊഫഷണലിസം ഉണ്ടെങ്കിലും ഇത്രയും ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്തെ അച്ചീവ് ചെയ്യാൻ എടുത്ത ആ ഒരു സ്റ്റെപ്സ് ഉണ്ടാവില്ല, ഇതിലൊക്കെ കുറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തന്നെയല്ലേ ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ട്രഡീഷണൽ ഫാമിലിയാണ്. അപ്പോൾ അവിടെ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരു ഇത് പറയല്ല. അപ്പൊ വീട്ടില് വലിയൊരു സപ്പോർട്ടില്ല. പക്ഷെ എൻ്റെ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ്. ഉപ്പാക്ക് അറിയാം, ചെറുതിലേ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ്.
അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഒരു PG വരെ ഞാൻ ചെയ്തതും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും സ്ട്രഗിൾ എടുത്തിട്ടാണ് PG കംപ്ലീറ്റ് ചെയ്തത്. 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് 13 വയസ്സായി, ഒരു കുട്ടിക്ക് 3 വയസ്സായി. അപ്പോൾ കുട്ടികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒക്കെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തത്. ഇപ്പോഴും പഠനത്തിലേക്ക് ഞാൻ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇപ്പം ഫാമിലീൻ്റെ ഭാഗത്ത് നിന്ന് ഹസ്ബൻഡിൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവാണ്. അവർക്ക് ജോബിന് പോകുന്നതിലൊന്നും പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ചൊരു മെച്യൂർഡ് ആയെന്ന് എനിക്കെന്നെ തോന്നും. പറ്റിയത് കൊണ്ട്. കാരണം എനിക്കറിയാം ഞാൻ സ്കിൽഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എമൗണ്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് എന്റെ അറിയില്ല, എന്തോ ഒരു കോൺഫിഡൻസ് ആണത്. ഇപ്പൊ പറഞ്ഞ മെച്യൂരിറ്റി ഇല്ല നിങ്ങൾക്കല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്കല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടത് അതല്ലേ. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള, അതായത് ഡിപ്പെൻഡൻസി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മാക്സിമം ഡിപ്പെൻഡൻസി ഇല്ലാതാക്കുക. ഇനിയിപ്പം ഒരു സാധനം വാങ്ങാനാണെങ്കിലും ഒരു പുറത്തേക്ക് പോകാനാണെങ്കിലും, അതാ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, വണ്ടി പഠിക്കണം നിങ്ങൾ എന്നുള്ളത്. വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളുകൾ ചോദിക്കുന്നത് അത്രയും വലിയ കാര്യമാണോ എന്നുള്ളത്. പക്ഷെ വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നോക്കി നമ്മൾ ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ആരുടെ പിന്നാലെയും പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. സോ ഓരോരുത്തരും ഓരോ ഗോള് പറഞ്ഞു. ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, നമ്മൾ അത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ചെയ്തു, ഇനി ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളത്. ഇത് സ്ത്രീകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സവിശേഷതയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പുരുഷന്മാരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടോക്കൊക്കെ വെച്ചാൽ അവരും ഇങ്ങനെ പറയാമായിരിക്കും. പക്ഷെ അവർ ഇത്ര സീരിയസ്നെസ്സോട് കൂടി ഇത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മളിത് സീരിയസ് ആയിട്ടാണ് സംസാരിക്കുക. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നമ്മളെടുത്ത എഫേർട്ടാണ്. അത് നമ്മുടെ ലൈഫിലൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കില്ല. അതും നമ്മൾ മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻസി ഇല്ലാണ്ട് നമ്മൾ ചെയ്ത കാര്യമാണ്. പിന്നെ ഒരു കാര്യം വേണ്ട, ഞാൻ വിചാരിക്കുന്നത് ഐ എം എ പവർ ലേഡി. എന്നൊരു ലൈഫ് ഞാനൊരു പവറാണ്. അത് ജോബിലാണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും. അത് മറ്റാരും പറയേണ്ട ആവശ്യമില്ല. അതങ്ങനെ പറഞ്ഞോ. സോ യെസ്, ഇനി നമുക്ക് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഇതായിരുന്നു. നിങ്ങളൊന്ന് ഫ്രീ ആക്കുക, നിങ്ങൾക്ക് പറയാനുള്ള പറയാ, നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക. അവിടെ ലിമിറ്റേഷൻസ് ഒന്നും വേണ്ട, റെസ്ട്രിക്ഷൻസ് ഒന്നും വേണ്ട. ഇതായിരുന്നു എന്റെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ ഐ ആം ഹാപ്പി. നിങ്ങൾ ഓക്കെ അല്ലേ സംസാരിക്കാൻ പറ്റിയതിലും എല്ലാ കാര്യങ്ങളിലും? അപ്പം ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ നമ്മുടെ ഈ ഒരു സ്കിൽമേറ്റിലെയും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെയും സൂപ്പർ ലേഡീസിന്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതാണ് നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രാവശ്യത്തെ വിമൻസ് ഡേക്ക് ഒരു തീം ഉണ്ട്. എന്താണെന്ന് അറിയോ? ഗിവ് ടു ഗെയിൻ എന്നാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞു എന്നാൽ ഒന്നുകൂടെ പറയാണ്. വൈൻഡ് ചെയ്യാണ് നമ്മളിത്, കൺക്ലൂഷൻ ആണ്. സോ ഗിവ് ടു ഗെയിൻ, നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തരിക. ആ അവസരങ്ങൾ നമ്മൾ എടുത്തിട്ട് ആ അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ വളരാം. നമ്മൾ വളരുന്നതിനോടൊപ്പം ആര് വളരും? സൊസൈറ്റി സമഗ്രമായിട്ടുള്ള രീതിയിൽ വളർന്നിരിക്കും. ഇതാണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്. സോ നിങ്ങൾ വളരാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ ഒരുക്കി തരുന്നുണ്ട്. മാറ്റം അത് നമ്മളിൽ കൂടെ ആവട്ടെ, അല്ലേ? സോ എല്ലാവരും ഒരുമിച്ചിട്ടൊരു ഹാപ്പി വിമൻസ് ഡേ പറഞ്ഞാൽ അത്രയും നല്ലത്. കമോൺ. സോ 1 2 3 start. Happy Women's Day. Okay, so everyone, thank you so much. Thank you.